നമ്മുടെ ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്കായി വിഭാവനം ചെയ്ത ആദർശങ്ങൾ നിറവേറ്റുന്നതിലുള്ള നിർണായക ചുവടുവയ്പ്പാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ നിർവഹണം സംബന്ധിച്ച് ചണ്ഡീഗഡിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻകാല നിയമങ്ങളുടെ ഉദ്ദേശം ഇന്ത്യക്കാരെ ശിക്ഷിക്കുക, അവരെ അടിമകളാക്കി നിലനിർത്തുക എന്നതായിരുന്നുവെന്നും സ്വാതന്ത്ര്യം ലഭിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷവും സ്ഥിതിക്ക് മാറ്റമില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 1857 में देश का पहला बड़ा स्वाधीनता संग्राम लड़ा गया। उस 1857 के स्वातंत्र संग्राम ने अंग्रेजी हुकूमत की जड़ें हिला दी थी। देश के हर कोने में बहुत बड़ी चुनौती पैदा कर दी थी। तब जाकर के उसके जवाब में अंग्रेज 1860 में 3 साल के बाद इंडियन पिनल कोड यानी आईपीसी लेकर आए। फिर कुछ साल बाद इंडियन एविडेंस एक्ट लाया गया और फिर सीआरपीसी का पहला ढांचा अस्तित्व में आया। इन कानूनों की सोच और मकसद यही था कि भारतीयों को दंड दिया जाए। അടിമകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ പിന്തുടരേണ്ടതില്ലെന്നും രാജ്യം കൊളോണിയൽ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുവരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സുരക്ഷിത സമൂഹം, വികസിത ഇന്ത്യ, ശിക്ഷയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് പരിപാടിയുടെ പ്രമേയം. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സന്ദർശിച്ചു. सुरक्षित किए गए हैं, उसको अपनी पसंद के व्यक्ति को अपनी गिरफ्तारी के बारे में सूचित करने का अधिकार होगा। जो डिस्ट्रिक्ट मुख्यालय है, अगर लोग गिरफ्तार होते हैं तो वो सूचना पट्टी पर तमाम गिरफ्तार लोगों की सूची भी प्रकाशित करेगा। सबसे बड़ी बात जो इस कानून में किया गया है, आने वाले 50-100 सालों में जो नई तकनीकें आने वाली हैं उसको कैसे